ഹലോ, എല്ലാവർക്കും നമസ്കാരം. ക്രിഷ് വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് രാവിലെ ഒരു 4 മണിക്ക് ഒരു മട്ടൻ ബിരിയാണി കഴിക്കാൻ പോവുകയാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിൽ ഹൊസ്കോട്ട എന്ന സ്ഥലത്തിലേക്കാണ് പോകുന്നത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണും കൂടി അമർത്തണം. നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ വീഡിയോയിലേക്ക് പോകാം. ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ബാംഗ്ലൂർ ഹൊസ്കോട്ടയിലുള്ള മണി ദം ബിരിയാണി എന്ന ഹോട്ടലിലാണ്. ഇവിടുത്തെ പ്രത്യേകത 6 മണി തുടങ്ങിയാണ് ബിരിയാണി കൊടുക്കുന്നത്. വെളുപ്പിന് 6 മണി തുടങ്ങിയാണ് ബിരിയാണി കൊടുക്കുന്നത്. പിന്നെ അതും 3 ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ: ചൊവ്വ, വെള്ളി, ഞായർ. ഇതിൽ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും അത്ര തിരക്ക് ഉണ്ടാവില്ല എന്നാണ് പൊതുവെ പറയുന്നത്. പക്ഷേ ചില ദിവസങ്ങളിൽ നല്ല തിരക്ക് ഉണ്ടാവാറുണ്ട്. പിന്നെ ഞായറാഴ്ച എങ്ങനെ വന്നാലും നിങ്ങൾ 4 മണിക്ക് ഇവിടെ എത്തിയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. കാരണം വീക്കെൻഡാണ്, നല്ല തിരക്കുണ്ടാവും. ഞാൻ വന്നിരുന്നത് ഇപ്പോൾ ചൊവ്വാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കുണ്ടായില്ല. ഒരു 5-5:30 ആയിക്കഴിഞ്ഞപ്പോഴാണ് തിരക്ക് വന്നു തുടങ്ങിയത്. പിന്നെ ഞങ്ങൾ വന്നപ്പോൾ ദമ്മിട്ട് തുടങ്ങുന്നുണ്ടായുള്ളൂ. ഒരു 5:30 ആയപ്പോഴേക്കും ചെറുതായിട്ട് തിരക്കുകളൊക്കെ വന്നു തുടങ്ങി. ഞാൻ വിചാരിച്ചു ഭയങ്കര തിരക്കായിരിക്കും എന്നൊക്കെ. പക്ഷെ അത്ര തിരക്കൊന്നും ഉണ്ടായില്ല. ചൊവ്വാഴ്ച ആയതുകൊണ്ടായിരിക്കാം. പിന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. കാരണം അവർ അറേഞ്ച് ചെയ്യുന്ന സാധനങ്ങളായാലും, അവർ ഫ്ലോർ ക്ലീൻ ചെയ്യണതായാലും, ദമ്മ് പൊട്ടിക്കുന്നതായാലും നല്ലോണം ക്ലീൻ ചെയ്ത് അവർ ആ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട് എനിക്ക് നല്ല ഫീൽ ചെയ്തിട്ടുണ്ട്. അവിടെ ഉള്ള വർക്കേഴ്സായാലും എല്ലാവരും നല്ല ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കണമെന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടാൽ തന്നെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഫസ്റ്റത്തെ ഇമ്പ്രഷൻ നന്നായിട്ട് അടിപൊളിയായിരുന്നു. ഫസ്റ്റത്തെ ആ ഒരു ഇമ്പ്രഷൻ നല്ല അടിപൊളിയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ആയിരുന്നു ബിരിയാണി എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത്. പിന്നെ ഞങ്ങൾ ക്യൂ നിന്ന് തുടങ്ങിയപ്പോഴേക്കും ആളുകൾ ക്യൂ നിന്ന് തുടങ്ങി. പിന്നെ ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ദമ്മ് പൊട്ടിച്ചല്ല, അത് നോക്കുകയാണ് എങ്ങനെയാണ് ബന്ധവും ഇല്ല എന്നുള്ളത്. പിന്നെ ഈ ദമ്മ് പൊട്ടിക്കുന്നത് കാണാൻ നല്ല രസമാണ്. കാരണം അവർ ഒരു സൈഡിൽ നിന്ന് കനലെല്ലാനും സെൻറ്ററിലേക്ക് ആക്കി അതിന് ശേഷം പതുക്കെ കോരി ബക്കറ്റിലിട്ട് അതിന് ശേഷം അവർ ഓരോ പൊടിയും തുടച്ച് വെള്ളത്തോടെ ക്ലീൻ ചെയ്ത്, വെള്ളമൊഴിച്ച് ക്ലീൻ ചെയ്ത് അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. കാരണം ഇത് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. ഇത്രയും വലിയ ഒരു ചിമ്പിൽ ഇങ്ങനെ ബിരിയാണി ദമ്മ് ചെയ്യണത് കാണുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു കൗതുകമായിട്ട് തോന്നി. ഇപ്പോൾ ദമ്മൊക്കെ അടിപൊളിയായിട്ട് പൊട്ടിച്ച് പാർസലിനുള്ളതും ഇവിടെ കഴിക്കാനുള്ളതുമായിട്ട് അവർ സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ബില്ല് അടച്ചിട്ട് ഫസ്റ്റ് ചെല്ലുന്നത് പാർസൽ വാങ്ങാനാണ്. അതായത് ബ്ലാക്ക് ബോക്സിലുള്ളത് പാർസലാണ്. മറ്റേത് നമ്മൾ ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ളതാണ്. നമുക്ക് ഇതേമാതിരി ഒരു ടോക്കൺ കിട്ടി. ഞങ്ങളൊരു കബാബും ഒരു ബിരിയാണി എന്ന് പറഞ്ഞാൽ 2 പേര് കഴിക്കാനുള്ളതുണ്ട്. അപ്പോൾ ഒരു ബിരിയാണിയും ഒരു കബാബുമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പിന്നെ വാട്ടറും. ഞങ്ങൾ പാർസലല്ല വാങ്ങിയത്, ഞങ്ങൾ ഇവിടെ നിന്ന് കഴിക്കാനുള്ള പ്ലാനാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ വന്ന് മേടിക്കേണ്ടി വരും. അതായത് ചെമ്പിൻ്റെ അടുത്ത് വന്ന് മേടിക്കണം. അങ്ങനെ ബിരിയാണി കിട്ടി. ഒരു 6:20 ആയപ്പോഴേക്കും ബിരിയാണിയായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയത്ത് നമ്മൾ ബിരിയാണി കഴിക്കാൻ പോവുകയാണ്. തൊട്ടടുത്ത് തന്നെ ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ബിരിയാണിയുടെ ക്വാണ്ടിറ്റി വെച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ 2 പേർക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഇന്നത്തെ ഒരു ദിവസം മട്ടൻ ബിരിയാണിയാണ് ഞങ്ങൾ കഴിച്ചത്. ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, എന്നാലും പോട്ടെ, ഒരു ദിവസമല്ലേ. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ക്രൗഡൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരു 6:35 ആയപ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങി.
അപ്പോൾ ബൈക്കിൽ യാത്ര തുടങ്ങി. രാവിലെ ബാംഗ്ലൂർ കാണാൻ നല്ല രസമാണ്. കാരണം ആ തണുപ്പത്ത് വണ്ടി ഓടിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു ഫീലാണ്. പ്രത്യേകിച്ച് ഈ ബിൽഡിങ്ങുകളൊക്കെ കണ്ട് വണ്ടി ഓടിക്കുക, കാറ്റത്ത് നല്ല തണുത്ത കാറ്റിൽ വണ്ടി ഓടിച്ച് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്.